بسم الله الرحمن الرحيم. وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1746 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ അധ്യായമായ സൂറത്തു ജാസിയയിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون هذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين. صدق الله العلي العظيم. സൂറത്തുൽ ജാസിയയിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ മനുഷ്യരെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ് എന്ന കാര്യം ബോധ്യപ്പെടാത്ത ഒരു സമൂഹത്തെ, കാലമാണ് അവരെ മരിപ്പിക്കുന്നത്, അതോടെ കാലചക്രത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മരിച്ചു പോവുക മാത്രമാണ്, അതിനുശേഷം വേറെ ജീവിതമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു മക്കയിലെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനോടുള്ള പ്രതികരണമായിട്ട് അല്ലാഹു കൃത്യതയോടുകൂടി പറയുകയുണ്ടായത് നമൂതു വനഹിയ എന്ന അവരുടെ ഈ സംസാരത്തിനോട്, വമാ യുഹ്ലികുന ഇല്ല ദഹർ എന്നവരുടെ സംസാരത്തിനോട് പ്രതികരിച്ചുകൊണ്ട് അല്ലാഹു വ്യക്തതയോടുകൂടി പറയുകയുണ്ടായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം, അല്ലാഹു യുഹീകും സുമ്മ യുമീതുക്കും. അങ്ങനെയല്ല പ്രവാചകരെ, ഖുൽ അവരോട് പറയുക, അല്ലാഹു യുഹീകും സുമ്മ യുമീതുക്കും. അല്ലാഹുവാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, അല്ലെങ്കിൽ ജീവിപ്പിക്കുന്നത്, പിന്നീട് മരിപ്പിക്കുന്നതും. സുമ്മ യജ്മഉക്കും ഇലാ യൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതും അവൻ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ടതില്ല. ലാ റൈബ ഫീഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഒരു സന്ദേഹവും വേണ്ടതില്ലാത്ത, സംശയവും ഇല്ലാത്ത കാര്യമാണത്. എന്നാൽ ജനങ്ങളിലേറെ പേരും കാര്യങ്ങൾ വേണ്ട വിധത്തില് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഈ കാര്യം പറഞ്ഞതിന് ശേഷം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ ഒരു യുക്തിതലം അല്ലാഹു തുടർന്നുള്ള ആയത്തില് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർള്, അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആകാശങ്ങളും ഭൂമിയും. അപ്പോ ആകാശങ്ങളും ഭൂമിയും അല്ലാഹു ഇത്ര ഗംഭീരമായ ഒരു സംവിധാനം അല്ലാഹു ഒരുക്കിയിരിക്കുന്നത് കേവലമായ മനുഷ്യന്റെ ജഡിക താല്പര്യങ്ങൾ മാത്രം പൂർത്തീകരിച്ച് അങ്ങ് തീർന്നു പോകുന്ന
ഒരു അനന്തരഫലവും ഇല്ലാത്ത വിധത്തിൽ അവസാനിച്ചു പോകുന്ന ഒരു ജീവിതം എന്ന ഒരു സംഗതിക്ക് വേണ്ടിയല്ല. വളരെ ഗൗരവമുള്ള ചുമതലാബോധത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഒക്കെ നോക്കിക്കാണേണ്ട ഒരു സംഗതിയാണ് ജീവിതം എന്ന ഒരു കാര്യം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ അടങ്ങിയിട്ടുള്ള അതിസങ്കീർണമായ, വളരെ സൂക്ഷ്മമായ, വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം നിസാരമായ ചുരുങ്ങിയ കാലത്തെ മനുഷ്യ ജീവിതം അങ്ങ് ഒടുങ്ങിത്തീർന്ന് പോകാൻ വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതല്ല എന്നതാണ്. അങ്ങനെ അത്രയും നിസാരമായ, പ്രത്യേകിച്ച് അനന്തരഫലമൊന്നും ഇല്ലാത്ത വിധത്തിൽ ഒടുങ്ങിത്തീരേണ്ട ഒരു സംഗതിയാണ് മനുഷ്യ ജീവിതമെങ്കിൽ ഇത്രയും വിസ്മയകരമായ വിധത്തിലുള്ള ഒരു പ്രപഞ്ച സംവിധാനം വേണ്ടിയിരുന്നില്ല എന്നാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അപ്പോ ഈ പ്രാപഞ്ചിക വസ്തുത ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മനുഷ്യ ജീവിതം അവര് സങ്കല്പിക്കുന്ന പോലെ നമ്മളങ്ങ് ജീവിക്കുന്നു, പിന്നെ മരിക്കുന്നു, കാലം നമ്മളെ ചുരുട്ടിക്കൂട്ടിയെടുക്കുന്നു, അതിനപ്പുറത്തേക്ക് പിന്നെ യാതൊന്നുമില്ല, ഒരു ഭവിഷ്യത്തും പരിണതിയും അനന്തരഫലവും ഇല്ലാത്തൊരു സംഗതിയാണ് മനുഷ്യന്റെ ഈ ഭൂമുഖത്തെ ജീവിതം എന്ന അവരുടെ ഒരു ധാരണ ഒരു നിലക്കും യുക്തിക്കോ ദൈക്ഷണികമായ മനുഷ്യന്റെ തേട്ടങ്ങൾക്കോ യോജിക്കുന്ന ഒരു സംഗതിയേ അല്ല. അത്രയും നിസ്സാരമായ ഒരു കാര്യമായിരുന്നു ജീവിതമെങ്കിൽ ഇത്രയും വിസ്മയകരമായ വിധത്തിലുള്ള ഒരു പ്രപഞ്ച സംവിധാനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു സൂചന. ഇതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. ഇവിടെ അള്ളാഹു മുഴുവൻ മനുഷ്യ സമൂഹങ്ങളുടെയും അള്ളാഹു എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിലെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് വിവരിക്കുന്നത്. വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്ത നിലപാടുകളുള്ളവരായിരുന്നു. എല്ലാവരും ഒരേ നിലപാടോ ഒരേ ജീവിത വീക്ഷണമോ വെച്ച് പുലർത്തിയവരായിരുന്നില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് പാരത്രിക ജീവിതത്തിന്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ഉദ്ദേശ്യപൂർവം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനോട് വളരെ നിസ്സാരമായ ഒരു സമീപനം സ്വീകരിച്ച് അത് കുറച്ച് ആനന്ദിച്ച് ആസ്വദിച്ച് അങ്ങ് തീർക്കാനുള്ളതാണ് എന്ന് കരുതിയ സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടു കൂട്ടരും ഒരേ പരിണിതി ഏറ്റുവാങ്ങേണ്ടവരല്ല ഒരു കാരണവശാലും. അപ്പൊ അതിനെക്കുറിച്ച് സമൂഹങ്ങള് എന്ത് പരിണതിയാണ് ആത്യന്തികമായിട്ട് ഏറ്റുവാങ്ങാൻ പോകുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നതിലേക്കൊരു സൂചന നൽകുകയാണ് ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് ആ ആയത്തുകളെ സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കാം. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയതൻ, താങ്കൾക്ക് ഓരോ സമുദായത്തെയും മുട്ടുകുത്തി വീണതായിട്ട് കാണാൻ സാധിക്കും. ജാസിയത്ത് എന്ന വാക്ക് ഈ സൂറത്തിന്റെ പേരായി നിശ്ചയിക്കപ്പെട്ടതാണല്ലോ. ആ പേര് വരുന്നത് ഇപ്പോ നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ 28-ാമത്തെ ആയത്തില് ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്ന വതറ, താങ്കൾക്ക് കാണാം, കുല്ല ഉമ്മത്തിൻ, ഓരോ സമുദായത്തെയും ഓരോ ഉമ്മത്തിനെയും, ജാസിയത്തൻ, അത് മുട്ടിൽ വീണ് കിടക്കുന്ന വിധത്തില്, മുട്ടുകുത്തി റക്ബത്തൈനിലായിട്ട് വീണ് കിടക്കുന്ന വിധത്തിൽ, അത് വല്ലാത്ത തവാദുവിന്റെ, അത് വളരെ വലിയ കീഴ്പ്പെടലിന്റെയും വിധേയപ്പെടലിന്റെയും പത്തിമടക്കലിന്റെയും ഒക്കെ ഒരു ഫിസിക്കൽ ബോഡി ജെസ്ചറാണ് ഈ മുട്ടുകുത്തി കിടക്കുക എന്ന് പറയുന്നത്. ഒരു പ്രതിഷേധവുമില്ലാത്ത, ഒരു എതിർപ്പുമില്ലാത്ത പൂർണ്ണമായ വിധേയപ്പെടല് കാണിക്കുന്ന
അങ്ങേയറ്റത്തെ വിനയം കാണിച്ചുകൊണ്ട് തോൽവി സമ്മതിക്കുന്ന ഒക്കെ ഒരു ശരീരഭാഷയാണ് ഈ ജാസിയത്ത് എന്ന അവസ്ഥ. ആ ഒരു ഫിസിക്കൽ ജെസ്ചർ അല്ലെങ്കിൽ ആ ഒരു പോസ്ചർ ഓഫ് ഹ്യൂമൻ ബോഡി കാണിക്കുന്നത് അങ്ങനെ ഒരു 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 കീഴ്പ്പെടലിന്റെ, ഒരു സപ്ലിക്കേഷന്റെ, ഒരു ഒരു സമർപ്പണത്തിന്റെ ഒരു സ്വഭാവത്തിലാണ്. അപ്പോ ഓരോ സമുദായവും, ഇപ്പൊ സമുദായങ്ങൾ എന്നിവിടെ പറയുമ്പോൾ പല സമുദായങ്ങളും ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ അവരുടെ തലയെടുപ്പിന്റെ പേരിലും തന്റെ ഇടത്തിന്റെ പേരിലും ബാക്കി ഇതര സമൂഹങ്ങളുടെ മേൽ അവര് സ്വയം അവരുടെ കരുത്തും മുഷ്കും ഒക്കെ അടിച്ചേൽപ്പിക്കുന്നതിന്റെ പേരിലൊക്കെയാണല്ലോ പല സമൂഹങ്ങളും ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നത്. മറ്റുള്ളവരെ അടക്കി വാഴുന്നതിൽ കാണിക്കുന്ന വ്യഗ്രത, ഞാൻ വരച്ച വരയിൽ അവര് നിന്നോളണം എന്ന വിധത്തിലുള്ള ആക്രോശിക്കല്, ഇതിന്റെയൊക്കെ പേരിലാണ് പല സമൂഹങ്ങളും അറിയപ്പെടുന്നത്. വേറെ ചില സമൂഹങ്ങള് അവരുടെ ദൗർബല്യത്തിന്റെയും നിന്ദ്യതയുടെയും അതുപോലെ പതനത്തിന്റെയും തോൽവിയുടെയും ഒക്കെ പ്രതീകങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ശരീരഭാഷ വെളിപ്പെടുത്തുന്ന വിധത്തിലാണ് വേറെ ചില സമൂഹങ്ങളെ കാണാൻ സാധിക്കുക. ഒരിക്കലും തന്നെ ഒരു സമുദായം അങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്ന ഒരു കാഴ്ചയല്ല നമുക്ക് കാണേണ്ടി വരിക. വ്യക്തികൾ തന്നെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ കീഴ്പ്പെട്ടവരായിട്ട് മുട്ടുകുത്തിയിട്ട് കാണപ്പെടുക. പക്ഷെ അത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക നിലപാട് സ്വീകരിച്ച ആളുകള് അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും പത്തിമടക്കി കീഴ്പ്പെട്ട് തോറ്റ് പരാജയം സമ്മതിച്ച് ഒക്കെ വന്ന് കിടക്കുന്ന അതിലെ അംഗങ്ങള്, പ്രത്യേകിച്ച് അതിലെ ശ്രദ്ധേയരായ അംഗങ്ങളൊക്കെ അങ്ങനെ വന്ന് കിടക്കുന്ന ഒരു കാഴ്ചയെ ആ സമുദായം അങ്ങനെ മുട്ടുകുത്തി കിടക്കുന്ന, തോൽവി സമ്മതിച്ചുകൊണ്ട് കിടക്കുന്ന വിധത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ മെറ്റഫോറിക്കലായിട്ട്, ആലങ്കാരികമായി അള്ളാഹു സൂചിപ്പിക്കുന്നത്. കാരണം ഒരു സമുദായം മുട്ടുകുത്തി കിടക്കുക എന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു സംഗതിയല്ല. പക്ഷെ വ്യക്തികള് ആ സമുദായത്തിന്റെ അടയാളപ്പെടുത്തലുകളായിട്ട് ചില വ്യക്തികൾ ഉണ്ടാവും. ആ വ്യക്തികള് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സമുദായം മുട്ടുകുത്തി എന്നാണ് നമ്മൾ പറയുക. അപ്പോ ഇറാന്റെ മേല് അമേരിക്ക അടിച്ചേൽപ്പിച്ച യുദ്ധത്തില് അമേരിക്ക തോറ്റമ്പി എന്ന് നമ്മൾ പറയുകയും പരാമർശിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അമേരിക്ക തോറ്റമ്പുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ശക്തന്മാരും കരുത്തന്മാരും ബുദ്ധിപരമായ വൈഭവവും കഴിവും ഒക്കെ ഉള്ള ധാരാളം ആളുകള് അവിടെ ഉണ്ട്. ശാസ്ത്രലോകത്തും സാങ്കേതിക വിദ്യയുടെ തലങ്ങളിലും വൈജ്ഞാനിക രംഗത്തും ഒക്കെ ഇപ്പോഴും വളരെ മികവുള്ള ആളുകൾ അവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ തലപ്പത്തുള്ള ആള് തോൽക്കുമ്പോ, മുട്ടുകുത്തുമ്പോ അമേരിക്ക മുട്ടുകുത്തി എന്നാണ് നമ്മൾ പറയുക. ആ ഒരു ശൈലിയിൽ ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. തറാ കുല്ല ഉമ്മത്തിൻ ജാസിയത്തൻ, ഓരോ ഉമ്മത്തിനെയും, അത് തലയെടുപ്പ് കാണിച്ചിരുന്ന വലിയ ഗർവവും ഗാംഭീര്യവും അതുപോലെ ഔദ്ധത്യബോധവും ഒക്കെ കാണിച്ചുകൊണ്ട് വലിയ പൊങ്ങച്ചത്തോടു കൂടി നിലക്കൊണ്ടിരുന്ന സമുദായങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവര് ഇപ്പോ മുട്ടുകുത്തിയതായിട്ട്, കീഴ്പ്പെട്ടതായിട്ട് താങ്കൾക്ക് കാണാൻ സാധിക്കും. കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹ, ആ ഘട്ടത്തില് ഓരോ ഉമ്മത്തിനെയും അവരുടെ കർമ്മരേഖയിലേക്കായിട്ട് വിളിക്കപ്പെടും. അപ്പോ വ്യക്തികള് ആണ് യഥാർത്ഥത്തിൽ കർമ്മരേഖ നൽകപ്പെടുന്ന ആളുകൾ, സമുദായങ്ങളല്ല. പക്ഷെ സമുദായങ്ങളെ അള്ളാഹുവിടെ പരാമർശിക്കുകയാണ്. കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹ, ഓരോ സമുദായവും അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർമ്മരേഖകൾ, അവരുടെ കർമ്മപുസ്തകം കാണിക്കപ്പെടുന്നതിനായി, നൽകപ്പെടുന്നതിനായിട്ട് വിളിക്കപ്പെടും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സമുദായത്തെ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പൊ ആരാ വരിക? അപ്പോ ഒരുപക്ഷെ ഒരുമിച്ച് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടരെ ഒരുമിച്ചായിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആനയിക്കപ്പെടുന്നു, അവരുടെ കർമ്മപുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എന്നൊരു കാര്യത്തെ ഒരു ആലങ്കാരികമായ രീതിയിൽ പറയുകയായിരിക്കും അള്ളാഹു ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹ, ഓരോ സമുദായവും അവരുടെ കർമ്മരേഖ ഏറ്റുവാങ്ങുന്നതിനായിട്ട് വിളിക്കപ്പെടും.
അന്ന് എല്ലാ സമുദായങ്ങളും തന്നെ കീഴ്പ്പെട്ടവരായിക്കൊണ്ടാണ് ഉണ്ടാവുക, ജാസിയത്തായിട്ടാണ് ഉണ്ടാവുക. ആരും തലയെടുപ്പില് ഗർവ് കാണിച്ച് തല ഉയർത്തിപ്പിടിച്ച് വെല്ലുവിളി നടത്തുന്ന സ്വഭാവത്തിലൊന്നും അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ കടന്നു വരികയില്ല. എല്ലാവരും പത്തി മടക്കിക്കൊണ്ട് തോൽവി സമ്മതിച്ച് മുട്ടുമടക്കി തന്നെയാണ് എത്തുക. ജാസിയത്തായിട്ടാണ് എല്ലാ സമുദായവും എത്തുക. ഓരോ സമുദായവും അവരുടെ കർമ്മരേഖകൾ ഏറ്റുവാങ്ങുന്നതിനായിട്ട് വിളിക്കപ്പെടുകയും ചെയ്യും. എന്തൊക്കെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ആ സമുദായം അറിയപ്പെട്ടിരുന്നത്, അതേ കാര്യത്തില് അവര് അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ടതിനായിട്ടാണ് വിളിക്കപ്പെടുന്നത്. അപ്പൊ ഇന്ന് ഇറാന്റെ മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന്റെ അതിന്റെ കെടുതികൾ നമ്മൾ ഏറെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അപ്പോ അതിന്റെ പേരിൽ അവിടുത്തെ മുഴലമായ ആളുകൾ, അതിന് നേതൃത്വം കൊടുത്തവരും അതിലേക്ക് രാജ്യത്തെ നയിച്ചവരും അങ്ങനെ അതിനു വേണ്ട ആസൂത്രണം ചെയ്തവരും ഒക്കെ ആയ ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ അള്ളാഹുവിന്റെ മുന്നില് അവരുടെ കർമ്മങ്ങളുടെ പേരിൽ അവരുടെ വിശദീകരണം നൽകുന്നതിന് വേണ്ടിയായിട്ട് അവരുടെ കർമ്മ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വിളിക്കപ്പെടും. അതിലാണല്ലോ രേഖ ഉണ്ടാവുക. കർമ്മ പുസ്തകങ്ങളിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവുക. അത് കണ്ടുകൊണ്ട് എന്ത് പറയാനുണ്ട് അവർക്ക് എന്നത് അവരോട് ചോദിക്കപ്പെടുന്നത് അതിനു വേണ്ടിയായിട്ടാണ് അവർ അള്ളാഹുവിന്റെ മുന്നിലേക്ക് വിളിക്കപ്പെടുന്നത്. അപ്പോ അവരോട് പറയപ്പെടുന്നത് ആ ഘട്ടത്തില് അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇതാ ഇന്ന് പ്രതിഫലം നൽകപ്പെടുകയാണ്. അൽയൗമ തുജ്സൗന, ഇന്നേ ദിവസം നിങ്ങൾ പ്രതിഫലം നൽകപ്പെടാൻ പോകുന്നു. മാ കുൻതും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അവയ്ക്കുള്ള പ്രതിഫലം. ഇവിടെ ഈ ആയത്തുകൾ വായിക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഇവിടെ വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അത് പറയുന്നത് അള്ളാഹുവാണ്, കേൾക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. പക്ഷെ ആ കാര്യം ഇവിടെ സ്റ്റേറ്റ് ചെയ്യപ്പെടുന്നില്ല, പറയുന്നത് ആര്, കേൾക്കുന്നത് ആര് എന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ അതിന്റെ കൃത്യമായ സൂചനയിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ ഇതില് വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയത്തൻ എന്ന് പറഞ്ഞതിന് ശേഷം തീർത്തും പുതിയൊരു കാര്യമാണ് കുല്ലു ഉമ്മത്തിൻ തുദ്ആ ഇലാ കിതാബിഹ എന്ന പ്രസ്താവനയിലുള്ളത്. അവിടെയും നമ്മൾ സാധാരണ മനുഷ്യന്റെ രചനയിലുള്ള പോലെ പങ്ക്ച്വേഷൻ മാർക്ക് ഉപയോഗിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുന്ന പോലെയുള്ള ഒരു വേർതിരിക്കലും കാണിക്കുന്നില്ല. അത് റൺ-ഓൺ ആണ്. ഖുർആനില് ആ ഒരു സെഗ്മെന്റിന്റെ വായന അടുത്ത സെഗ്മെന്റിലൂടെ തുടർന്ന് പോകുന്ന വിധത്തിലാണുള്ളത്. അതാണ് ഖുർആന്റെ ഒരു ശൈലി. പക്ഷെ അവിടെ അത് പ്രത്യേകം പറയുന്നില്ല, പങ്ക്ച്വേഷൻ മാർക്ക് കൊടുക്കുന്നില്ല എന്നതിന്റെ പേരില് നമുക്ക് ആശയപരമായ യാതൊരു ദുർഗ്രാഹ്യതയും ഇല്ല എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം. എന്നിട്ട് പിന്നെ അള്ളാഹു അവരോടായിട്ട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കുന്ന വിധത്തില് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ വിളിച്ചു പറയുന്ന ഒരു കാര്യം ആണ് പറയുന്നത്. അതും ഒരു ആമുഖവാചകം ഇല്ലാതെയാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ. ഇത് ആര് ആരോട് പറയുന്നു എന്നത് ഇവിടെ പറയുന്നില്ല. പക്ഷെ ആ കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സമുദായവും അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിളിക്കപ്പെടുന്നത് അവരുടെ കർമ്മ പുസ്തകം ഏറ്റുവാങ്ങാനാണ്. അപ്പോ അവരോട് പറയപ്പെടുന്ന കാര്യമാണ്, അള്ളാഹു അവരോട് പറയുന്നു, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകുന്നു, മലക്കുകൾ വിളംബരം ചെയ്യുന്നു, അല്ലെങ്കിൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ നമുക്ക് അതിനോട് ചേർത്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത വാചകം നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പോ അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഈ ദിവസം നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല പ്രവർത്തനങ്ങളും, അത് നല്ലതായാലും ചീത്തയായാലും അതിനൊക്കെയുമുള്ള ജസാ നൽകപ്പെടുകയാണ് എന്നാണ് അവരോടായിട്ട് ആ ഘട്ടത്തിൽ കേൾപ്പിക്കപ്പെടുന്ന കാര്യം.
ആരാണ് കേൾപ്പിക്കുന്നത്, ആരാണ് പറയുന്നത് എന്നതൊന്നും ഇവിടെ പറയുന്നില്ല. അത് പറയുന്നില്ല എന്നതുകൊണ്ട് എന്തെങ്കിലും പോരായികയുണ്ടോ, എന്തെങ്കിലും ദുർഗ്രാഹ്യതയുണ്ടോ? അതൊന്നുമില്ല. വിശുദ്ധ ഖുർആന്റെ ശൈലീപരമായ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വിസ്മയകരമായ ഒരു തലമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭാഷാ ശൈലിയെ, വിശുദ്ധ ഖുർആന്റെ ഭാഷാ ശൈലിയെ അങ്ങനെ തന്നെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഖുർആന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് അതിന്റെ ആശയം മനസ്സിലാക്കാൻ കഴിയുകയില്ല. മനുഷ്യരുടെ രചനയിൽ ഒന്നും തന്നെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് പറയുന്ന, ആരാണ് പറയുന്നത്, ആരോടാണ് പറയുന്നത് എന്നത് തെളിച്ചു പറയാതെ ചേർത്ത് ചേർത്ത് പറയുന്ന ഒരു ശൈലി കാണൂല. ഇനി അങ്ങനെ ആരെങ്കിലും ഒരു ശൈലി സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ അത് ജനങ്ങൾ വായിക്കാൻ അധിക കാലമൊന്നും അവസരം ഉണ്ടാകാത്ത, എല്ലാവരും കൈയൊഴിയുന്ന ഒരു സംഗതിയായിട്ട് മാറും. കാരണം മനുഷ്യന്റെ അത്തരം ഒരു രചന നടത്തുകയാണെങ്കിൽ അത് അങ്ങേയറ്റത്തെ ദുർഗ്രാഹ്യത ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ രചനാ ശൈലിയില് മനുഷ്യന്റെ എഴുത്തില് അത് കടന്നു വരികയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഞാൻ തിരിച്ചു വരികയാണ് ആയത്തിന്റെ ആശയതലത്തിലേക്ക്. ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യം, ആ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അള്ളാഹുവിന്റെ മുന്നിൽ മനുഷ്യര് ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ ഓരോ സമുദായവും ഓരോ ഉമ്മത്തും കീഴ്പ്പെട്ട് പത്തിമടക്കി വിനയാന്വിതരായി അള്ളാഹുവിന്റെ മുന്നിൽ മുട്ടുകുത്തി കിടക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഓരോ സമുദായവും അവരുടെ കർമ്മപുസ്തകത്തിലേക്ക് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കർമ്മപുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി അവരെ അള്ളാഹു വിളിക്കും. അവരോട് ആ ഘട്ടത്തിൽ പറയപ്പെടുന്നു, അതൊന്നും ഇതിലില്ല കേട്ടോ, ഞാൻ അതിനോട് ചേർത്ത് പറയാണ് നിങ്ങൾ കാര്യം ഉൾക്കൊള്ളാൻ വേണ്ടി. അൽയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള പ്രതിഫലം നൽകപ്പെടുകയാണ് എന്നാണ് അവരോട് പറയപ്പെടുന്നത്. ആദാ കിതാബുന, തുടർന്ന് അള്ളാഹു അവരോട് സംസാരിക്കുന്ന ശൈലിയില് വ്യക്തതയോടുകൂടി പറയുന്ന കാര്യം, ആദാ കിതാബുന, ഇതാണ് നമ്മുടെ രേഖപ്പെടുത്തൽ. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഇത് ആദാ കിതാബുന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരാമർശിക്കുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കാര്യങ്ങളും നാം രേഖപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് പുസ്തകമാവണം എന്നല്ല, രേഖ എന്ന അർത്ഥത്തില്, ഡോക്യുമെന്റേഷൻ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ, വാക്കുകളിൽ മാത്രമായിട്ടുള്ളതാണെങ്കിൽ ആളുകൾ തെളിവ് ചോദിക്കും. അതങ്ങനെ ആവണമെന്നില്ല. അത് ദൃശ്യ രൂപത്തിലും ആകാം. അത് നമ്മളൊക്കെ ഇപ്പോ മനുഷ്യര് ഏറെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള സർവിലൻസ് ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പോലെ അതിന്റെ ലൈവായിട്ട് അല്ലെങ്കിൽ അതിന്റെ മൂവി രൂപത്തിൽ വീഡിയോ ചെയ്തു വെച്ച പോലെയൊക്കെ ചെയ്യുക എന്നത് വളരെ പ്രയാസരഹിതമായ കാര്യമാണ് എന്നത് ഇതിനകം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. മനുഷ്യര് തന്നെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ ഒരു സംഗതിക്ക്, ഒരു സംഭവം ഉണ്ടായി എന്നതിനുള്ള തെളിവായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ന് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഡിജിറ്റലായിട്ട് ദൃശ്യരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തെളിവുകളാണല്ലോ. അപ്പൊ അള്ളാഹുവിടെ സമുദായങ്ങളോടായിട്ട് ആ ഘട്ടത്തിൽ പറയുന്ന കാര്യം ഇതാണ്, ആദാ കിതാബുന, നമ്മുടെ രേഖയാണിത്, നാം തയ്യാറാക്കി വെച്ചിട്ടുള്ള രേഖയാണിത്, കിതാബാണ്. കിതാബ് എന്ന് പറഞ്ഞ പുസ്തകം എന്നർത്ഥമുണ്ട്, ഡോക്യുമെന്റ് എന്നർത്ഥമുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഗതിയെ സൂചിപ്പിക്കാനും ആ പദം അറബി ഭാഷയിൽ ഉപയോഗിക്കും. ആദാ കിതാബുന, ഇത് ആണ് നമ്മുടെ രേഖപ്പെടുത്തൽ, നാം രേഖപ്പെടുത്തി വെച്ച കാര്യമാണിത്. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഇത് സത്യാധിഷ്ഠിതമായിട്ട് നിങ്ങളുടെ കാര്യത്തില് സത്യം വിളിച്ചു പറയും. സത്യാധിഷ്ഠിതമായിട്ടുള്ള വസ്തുതകളാണ് ഇത് വിളിച്ചു പറയുക. ഇത് നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കും എന്നും മനസ്സിലാക്കാം. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സാക്ഷ്യപ്പെടുത്തലാണിത്. നിങ്ങൾക്കെതിരിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
അതാണ് ഈ കിതാബ്. ഹാദാ കിതാബുന. അതെന്താ ചെയ്യുന്ന? യന്തിഖു. യന്തിഖു എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ്. നുത്തുഖ് എന്ന് പറഞ്ഞാല് നത്തഖ എന്നൊക്കെയുള്ള പദം ആർട്ടിക്കുലേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയും. സംസാരിക്കുക, വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ ഉരിയാടുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അതിനെ നമുക്ക് സാക്ഷ്യം പറയുക എന്ന് മനസ്സിലാക്കാം. ആദാ കിതാബുന, നാം തയ്യാറാക്കിയിട്ടുള്ള രേഖയാണിത്. യന്തിഖു അലൈക്കും, അത് നിങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് പലതും ഉരിയാടുന്നു. ബിൽ ഹഖ്, എങ്ങനെയാണത്? അതിൽ യാതൊരു കൃത്രിമവും ഇല്ല. വളരെ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രേഖപ്പെടുത്തലാണത്. നിങ്ങൾക്ക് മറിച്ച് അതിനെ നിഷേധിക്കാൻ വേണ്ടി വായിട്ട് അലറാനോ അല്ലെങ്കിൽ കൈകാലുകൾ പൊക്കാനോ ഒന്നും ഒരു അവസരവും അതിലില്ല. കാരണം നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ അത് ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തതല്ല, ഞാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വായിട്ട് അലയ്ക്കാൻ ആ ഘട്ടത്തിൽ അവസരമില്ല. കാരണം വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് അട്ടഹസിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ, നാക്കിട്ടലയ്ക്കാൻ അന്ന് ആർക്കും അനുവാദം ഉണ്ടാവില്ല. അപ്പോ ആ ഘട്ടത്തില് യന്തിഖു അലൈക്കും ബിൽ ഹഖ്, നിങ്ങൾക്കെതിരിൽ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്, ഈ ഡോക്യുമെന്റ്, ഈ കിതാബ്, ഈ രേഖ സംസാരിക്കും. അത് തെളിവ് ഉയർത്തി കാണിച്ചുകൊണ്ട് അത് കാര്യങ്ങൾ സമർത്ഥിക്കും. അതാ കിതാബുന. അപ്പോ യന്തിഖു അലൈക്കും ബിൽ ഹഖ്, എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യവും ഈ വിധത്തിൽ രേഖപ്പെടുത്താൻ നാം നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നാം എഴുതി വെപ്പിക്കുകയായിരുന്നു. നസ്തൻസിഖു എന്ന് പറഞ്ഞാല് അതൊക്കെ രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം നാം നൽകുകയായിരുന്നു, അല്ലെങ്കിൽ രേഖപ്പെടുത്തിക്കുകയായിരുന്നു. ഇതാണ് പറയുന്ന കാര്യം. നാം ഏർപ്പാട് ചെയ്യുകയായിരുന്നു എല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തും അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയ കാര്യം പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഓരോരുത്തരുടെയും അവരുമായി ബന്ധപ്പെട്ട സകല സംഗതികളും രേഖപ്പെടുത്താൻ മലക്കുകൾ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരത് നിരന്തരം രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഷൂട്ട് ചെയ്യാൻ, എല്ലാ നിലക്കും പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് ജീവിതത്തെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മലക്കുകൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് അവിടെ പ്രദർശിപ്പിക്കപ്പെടും, അത് കാണിക്കപ്പെടും എന്നാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. അപ്പൊ ഇന്നാ കുന്നാ നസ്തൻസിഖു, ഞെട്ടണ്ട, നാം ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ രേഖപ്പെടുത്താൻ. ഇന്നാ കുന്നാ നസ്തൻസിഖു, നാം ഇതൊക്കെയും എഴുതി വെപ്പിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെയും പകർത്തി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നസ്തൻസിഖു എന്ന പദം അത് നുസ്ഖ, നസഖ എന്നൊക്കെയുള്ള പദവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നുസ്ഖത്ത് എന്ന് പറഞ്ഞാൽ പകർപ്പ്, കോപ്പി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്ത കോപ്പികൾ ഉണ്ടാക്കാൻ നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഭാഷാപരമായി തന്നെ ഈ പദങ്ങൾ നൽകുന്ന സൂചന. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അതൊക്കെയും ഒപ്പിയെടുത്ത് ഒരു പകർപ്പുണ്ടാക്കി വെക്കാൻ നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഒന്നാലോചിച്ച് നോക്കൂ, നുസ്ഖത്ത് എന്ന് പറഞ്ഞാൽ പകർപ്പ് എന്നാണ് അർത്ഥം. ഇന്നാ കുന്നാ നസ്തൻസിഖു, നിശ്ചയമായിട്ടും നുസ്ഖത്ത് ഉണ്ടാക്കാൻ വേണ്ടി നാം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നാം ആളെ ഏർപ്പാടാക്കിയിരുന്നു. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പകർപ്പ് അവിടെ എടുത്തു വെക്കാൻ. എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എങ്ങോട്ട് നോക്കിയാലും എന്ത് നിലപാടെടുത്താലും അതൊക്കെയും തന്നെ വളരെ സചിത്രമായി രേഖപ്പെടുത്തി അതിന്റെ ഒരു പകർപ്പ് എടുത്തു വെക്കാൻ നാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, എന്തൊക്കെയായിരുന്നോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനൊക്കെയും ഒരു പകർപ്പ് ഉണ്ടാക്കി വെക്കാൻ, അതൊക്കെയും രേഖപ്പെടുത്തി വെക്കാൻ വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ് നസ്തൻസിഖു എന്നത്. അറബിയിൽ ഫോട്ടോ കോപ്പി എടുത്തൊരു മറ്റൊരു കോപ്പി എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക്
ഈ നുസ്ഖത്ത് എന്നുള്ള മാക്ക നുസ്ഖ എന്ന് ചോദിക്കും. അതിന്റെ പകർപ്പ് നിന്റെ കയ്യിലുണ്ടോ എന്നുള്ളത് അറബിയിൽ ചോദിക്കല് മാക്ക നുസ്ഖ, അതിന്റെ പകർപ്പ് കയ്യിലുണ്ടോ എന്നാണ്. അപ്പൊ നുസ്ഖത്ത് എടുത്തു വെക്കാൻ നാം ഏർപ്പാട് ചെയ്തിരുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിനും അതിനൊരു പകർപ്പ് വേണട്ടോ എന്ന്, അതിന്റെ ഒരു രേഖപ്പെടുത്തൽ വേണട്ടോ എന്ന് നാം നിർദ്ദേശിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അമ്മല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അങ്ങനെ വരുമ്പോ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മികളായിട്ട് ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ കർമ്മപുസ്തകവും അവിടെ ഹാജരാക്കപ്പെടുന്നു, പ്രദർശിപ്പിക്കപ്പെടുന്നു. അവർക്ക് എന്താ സംഭവിക്കുക? ഫയുദ്ഖിലുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ പ്രവേശിപ്പിക്കുന്നു. ഫീ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിലേക്കായി അങ്ങ് അണച്ചു കൂട്ടുന്നു അല്ലാഹു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ കർമ്മപുസ്തകങ്ങൾ, ഓരോ സമുദായത്തിന്റെയും കർമ്മപുസ്തകങ്ങൾ ഹാജരാക്കപ്പെടുകയും ഓരോ സമുദായവും മുട്ടുകുത്തി വീണ് കിടക്കുന്ന ഒരു അവസ്ഥ നിനക്ക് കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഓരോ കൂട്ടരെയും അവരുടെ കർമ്മപുസ്തകങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി അള്ളാഹു അവരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ഘട്ടത്തില് അവരോട് പറയപ്പെടുന്നത്, ഇന്ന് നിങ്ങളുടെ സകല പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രതിഫലം നൽകപ്പെടുകയാണ് കേട്ടോ, ഒന്നും വിട്ടുകളയുന്നതല്ല, എല്ലാ സംഗതിക്കുമുള്ള പ്രതിഫലം നൽകപ്പെടും. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഒന്ന് കണ്ടു നോക്കൂ. എല്ലാം കവർ ചെയ്യാൻ വേണ്ടി, ഒന്നും വിട്ടുകളയാതെ എല്ലാം ഒരു സചിത്രമായ രൂപത്തിൽ രേഖപ്പെടുത്തി ഒരു പകർപ്പെടുത്തു വെക്കാൻ നാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അള്ളാഹു നൽകുന്ന ഒരു വിശദീകരണം. അപ്പൊ ആ നാളില് ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ പകർപ്പ് ഹാജരാക്കപ്പെടുന്ന, അത് പ്രദർശിപ്പിക്കപ്പെടുന്ന ആ നാളിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്ത ആളുകൾ, എന്താണ് അവർ ഏറ്റുവാങ്ങുന്ന പരിണിതി? അവര് ഫയുദ്ഖിലുഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ പ്രവേശിപ്പിക്കും. എങ്ങോട്ടാണ്? ഫീ റഹ്മതിഹി, അവന്റെ കാരുണ്യത്തിലേക്കാണ് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവന്റെ കാരുണ്യത്തിന്റെ ചിറകുകള് അവർക്കായിട്ട് അവൻ വിരിച്ചു കൊടുക്കും. അവരെ അള്ളാഹു ചേർത്ത് നിർത്തും, അവന്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്തും എന്നാണ് യുദ്ഖിലുഹും റബ്ബുഹും ഫീ റഹ്മതിഹി എന്ന് പറയുന്നതിന്റെ ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് നിർത്തുക. അതും വളരെ ഹൈലി മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. കാരുണ്യം എന്നത് നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയല്ലല്ലോ. കാരുണ്യത്തിന്റെ ഒരു ലക്ഷണങ്ങൾ കാണാൻ കഴിയും. ഒരു പക്ഷി, തള്ളപ്പക്ഷി പിഞ്ച് പക്ഷിക്കുഞ്ഞുങ്ങളെ ചിറകിലൊതുക്കി ചേർത്ത് നിർത്തുന്ന, എന്തെങ്കിലും ഒരു വെല്ലുവിളി പ്രയാസമൊക്കെ നേരിടുന്ന ഘട്ടത്തിൽ അവരെ അണച്ച് ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ച, ഒരു കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതാണ് റഹ്മത്ത് എന്ന് പറയാൻ കഴിയില്ല. റഹ്മത്തിലേക്ക് ചേർത്ത് നിർത്തി എന്ന് പറയാൻ റഹ്മത്ത് അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. റഹ്മത്ത് പ്രകടിപ്പിക്കുന്നത് കാണാം. റഹ്മത്തിനുള്ള, കാരുണ്യത്തിനുള്ള ഒരു ദൃശ്യ ഉദാഹരണം നമ്മുടെ മുന്നിൽ കാണിക്കപ്പെടാം, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബാക്കി സങ്കല്പിക്കാവുന്നതാണ്. ഭൗതിക ലോകത്ത് ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പരിഗണന, ചേർത്ത് പിടിക്കുന്ന രീതി, ഒരു തള്ളപ്പക്ഷി പിഞ്ച് പക്ഷിക്കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ചിറകിന് കീഴിൽ അണച്ചു ചേർക്കുന്ന ഒരു രീതി, ഇതൊക്കെ കാരുണ്യത്തിന്റെ ഓരോ രൂപങ്ങളായിട്ട് നമുക്ക് മനസ്സിൽ കാണാം. അള്ളാഹു അവരെ അവന്റെ കാരുണ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന സൂചന. ദാലിക ഹുവൽ ഫൗസുൽ മുബീൻ, ഇതാണ് ഏറ്റവും തെളിമയുള്ള വിജയം. അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എല്ലാ സമുദായങ്ങളും ഇങ്ങനെ മുട്ടുകുത്തി ജാസിയത്തായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകുന്ന ആ നാളിൽ ഓരോ സമുദായവും അവരുടെ കർമ്മപുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി വിളിക്കപ്പെടുമ്പോൾ, അത് കാണിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു അവരോട് പറയുന്നത്, ഹാദാ കിതാബുന, നിങ്ങളുടെ കാര്യത്തിൽ നാം തയ്യാറാക്കിയിട്ടുള്ള കർമ്മരേഖയാണിത്. നാം നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഓരോന്നിന്റെ പകർപ്പെടുത്തു വെക്കണം എന്ന്. ഓരോ സംഗതിയും, ഓരോ നിമിഷാർദ്ധത്തെയും ഒരു
നുസ്ഖത്തായി അവിടെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് അതിനെ സൂക്ഷിക്കണമെന്ന്, അതിനെ രേഖയാക്കി വെക്കണമെന്ന് നാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നിങ്ങളുടെ ഓരോ കർമ്മവും ഒന്നും വിട്ടുകളയാതെ അതൊക്കെ ഡിജിറ്റൈസ്ഡ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കണമെന്ന് നാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ തുടർന്ന് രണ്ടു കൂട്ടരുടെ കാര്യങ്ങൾ പറയണല്ലോ. വിശ്വാസം ഉൾക്കൊള്ളുകയും വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കർമ്മജീവിതം നയിക്കുകയും ചെയ്ത ആളുകൾ അവരെ ഏറ്റുവാങ്ങുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അവർ ചേർത്ത് നിർത്തപ്പെടുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കപ്പെടുന്നു എന്ന അനുഭവമാണ്. ഇതാണ് ഏറ്റവും സുവ്യക്തമായ വിജയം എന്നാണ് അള്ളാഹു തുറന്നു പറയുന്നത്. ഏറ്റവും വലിയ വിജയം അതാണ്. വേറെയും വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഫൗസുൻ അളീം എന്നൊക്കെ പറയുന്നുണ്ട് വേറെ ചിലയിടത്ത്. ഇവിടെ ഫൗസുൽ മുബീൻ എന്നാണ്. ദാലിക ഹുവൽ ഫൗസുൽ മുബീൻ, ഏറ്റവും തെളിഞ്ഞ, ഏറ്റവും വ്യക്തതയുള്ള, ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധത്തിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ പരിണിതിയെ കുറിച്ച് അല്ലാഹു ഇവിടെ പറയുകയാണ്. തുടർന്ന് നിഷേധികളുടെ പ്രഡിക്യുമെന്റ് എന്തായിരിക്കും എന്നത് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ജാസിയയിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.